സെപ്റ്റംബർ 8 ഞായറാഴ്ച. മാർക്കോസ് 7:31 മുതൽ 37 വരെ വാക്യങ്ങൾ. 45 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1979 സെപ്റ്റംബർ 8 ഞാൻ വരാപ്പുഴ അതിരൂപത സഹായ മെത്രാൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. അദ്ദേഹം എൻ്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരോഹിതന്മാരും എൻ്റെ നേരെ കൈകൾ നീട്ടി മൗനമായി പ്രാർത്ഥിച്ചു. തുടർന്ന് ബിഷപ്പ് പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രാർത്ഥന നടത്തി. അതിനെ തുടർന്ന് കുർബാന കുപ്പായങ്ങൾ ധരിപ്പിച്ചു. പിന്നെ എൻ്റെ കൈകളിൽ വിശുദ്ധ തൈലം പൂശി അഭിഷേകം ചെയ്തു. തുടർന്ന് ദിവ്യബലി അർപ്പണത്തിനായുള്ള അപ്പവും മീഞ്ഞും എൻ്റെ കയ്യിൽ തന്നു. എല്ലാവരുടെയും സാഹോദര്യ ചുംബനത്തോടെ ആ ചടങ്ങ് അവസാനിച്ചു. അങ്ങനെ വല്ലാർവാടം അവർ ലേഡി ഓഫ് റാൻസം ദേവാലയത്തിൽ വെച്ച് ഞാൻ ഒരു പുരോഹിതനായി അഭിഷിക്തനായി. എന്നെ ഒരു പുരോഹിതനായി തിരഞ്ഞെടുത്ത ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ കഴിഞ്ഞ 45 വർഷമായി ഒരു വൈദികനായി തുടരാൻ എന്നെ പ്രാപ്തരാക്കിയതിനും ഞാൻ ഇന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ഈ ഓർഡിനേഷൻ ദിവസം സെപ്റ്റംബർ 8 തീരുമാനിക്കാൻ കാരണം ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന തിരുനാളാണ്, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തിരുനാൾ. മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ചും ആദ്യകാല ജീവിതത്തെക്കുറിച്ചും ബൈബിളിൽ നേരിട്ട് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മറിയത്തിൻ്റെ ജനന സാഹചര്യങ്ങൾ വിവരിക്കുന്ന മറ്റ് രേഖകളും പാരമ്പര്യങ്ങളും സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ക്രിസ്ത്യൻ എഴുത്തുകാർ ഉദ്ധരിച്ചിട്ടുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തെ വിശേഷിപ്പിച്ചത് പ്രാപഞ്ചികവും ചരിത്രപരവുമായ പ്രാധാന്യമുള്ള ഒരു സംഭവമാണെന്നാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഉചിതമായ ഒരു ആരംഭം. അവൾ വയലിലെ പുഷ്പമാണ്, താഴ്വരയിലെ വിലവേറിയ താമര ആണ് എന്ന് അഗസ്റ്റിൻ പറഞ്ഞു. ദേവമാതാവ് ജനിച്ചത് എപ്പോഴാണെന്ന് കൃത്യമായി നമുക്കറിയാൻ കഴിയില്ല. എന്നാൽ ഏകദേശം 15 നൂറ്റാണ്ടുകളായി കത്തോലിക്കർ കന്യാമറിയത്തിൻ്റെ ജന്മദിനം സെപ്റ്റംബർ 8 ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 8 ആഘോഷിക്കുന്നത്? നിങ്ങൾക്ക് കണക്കിൽ നല്ല വ്യക്തതയുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഡിസംബർ 8 കഴിഞ്ഞിട്ട് കൃത്യം 9 മാസങ്ങൾ കഴിഞ്ഞാണ് സെപ്റ്റംബർ 8. ഡിസംബർ 8 മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ. അന്നാണ് കന്യാമറിയം തൻ്റെ മാതാവായ അന്നായുടെ ഉദരത്തിൽ ഗർഭം ധരിച്ചത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ മറിയത്തിൻ്റെ ജനനം ആഘോഷിക്കുന്നത്? സാധാരണയായി ക്രിസ്ത്യാനികൾ വിശുദ്ധന്മാർ മരിച്ച ദിവസമാണ് അവരുടെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. കാരണം അവർ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അന്നാണ്. എന്നാൽ കത്തോലിക്കരും ഓർത്തഡോക്സുകാരും മറിയത്തിൻ്റെ ഈ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ 3 ജന്മദിനങ്ങളും ആഘോഷിക്കുന്നുണ്ട്. അതിൽ ഒന്ന് മറിയത്തിൻ്റേതാണ്. മറ്റ് 2 ഒന്ന് ക്രിസ്തുവിൻ്റെ ജനനവും ക്രിസ്മസ്, പിന്നെ മറ്റൊന്ന്
വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ ജനനവുമാണ്. ഇന്നത്തെ വായനകൾ നമ്മുടെ കർത്താവിൻ്റെ രോഗശാന്തിയുടെയും അനുകമ്പയുടെയും അടയാളങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. ബധിരനും മൂകനുമായ ഒരു വ്യക്തിയെ യേശു സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ദൈവം നമ്മുടെ അസുഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം അറിയുന്നുണ്ട്. അവിടുന്ന് അതിനെക്കുറിച്ച് ശ്രദ്ധാലുവാണ്. അവൻ എല്ലാവരുടെയും ക്ഷേമം ആഗ്രഹിക്കുന്നു എന്ന് ഈ സംഭവം കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കേൾക്കാനും അവിടത്തേക്ക് നന്ദി പറയുവാനും നമ്മുടെ കാതുകൾ തുറക്കാനും നാവിൻ്റെ കെട്ട് അഴിയുവാനും ഇടവരട്ടെ. അതിനായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥന, ഇന്നത്തെ ഈ ദിവസം എന്നെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കുക. ഒരു ജീവിതാവസാനം വരെ ഒരു നല്ല വൈദികനായി ജീവിക്കാൻ എനിക്കിടവരട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.